മസ്ജിദുൽ ഹറാമിൽ നിന്ന് ജന്നത്തുൽ മുഅല്ലയുടെ ഭാഗത്തേക്ക് വരുമ്പോൾ രണ്ടാമത്തെ റിംഗ് റോഡിന് നേരെ അടിയിലായി ആദ്യമായി കാണുന്ന പള്ളിയാണ് ഈ പള്ളി. ഇതിൻ്റെ പേര് മസ്ജിദ് ബിർക്കത്തു ഷാമി എന്നാണ്. ബിർക്കത്ത് എന്നാൽ അറബിയിൽ വലിയ കുളത്തിനാണ് പറയുന്നത്. പണ്ട് കാലത്ത് ഈ പള്ളി നിന്ന സ്ഥലത്ത് വലിയൊരു കുളമുണ്ടായിരുന്നു. അവിടെ നിന്ന് വുളു എടുത്തിട്ടാണ് മസ്ജിദുൽ ഹറാമിലേക്ക് ത്വവാഫിനും മറ്റു നിസ്കാരത്തിനും വന്നിരുന്നത്. അതുകൊണ്ടാണ് ഈ പള്ളി നിൽക്കുന്ന ഈ സ്ഥലത്തിന് മസ്ജിദ് ബിർക്കത്തു ഷാമി എന്ന് പറയുന്നത്. മസ്ജിദ് ബിർക്കത്തു ഷാമിയുടെ നേരെ ഓപ്പോസിറ്റുള്ള രണ്ടാമത്തെ പള്ളിയാണ് മസ്ജിദു ഷജറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കക്കാരുടെ അക്രമത്തിൽ ചോര ഒലിച്ചുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് ആശ്വസിപ്പിച്ച് ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് ആ മരത്തെ അടുത്തേക്ക് വന്ന് കാണിച്ചു തരട്ടെ എന്ന്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിളിച്ച സമയത്ത് ഭൂമിയെ പിളർത്തിക്കൊണ്ട് ഒരു മരം വരികയും തിരിച്ച് അതേ സ്ഥലത്തേക്ക് തന്നെ പോവുകയും ചെയ്തു. ആ മരം നിന്നിരുന്ന സ്ഥലത്ത് ഉള്ള പള്ളിയാണ് മസ്ജിദു ഷജറ. ഇതാണ് മസ്ജിദുൽ ജിന്ന് കേട്ടോ. ഇവിടെ വെച്ചിട്ടാണ് റസൂലുള്ള ജിന്നുകൾക്ക് ക്ലാസ് എടുത്തിരുന്നതും സൂറത്തുൽ ജിന്ന് ഇറങ്ങിയതും ജിന്നുകൾക്ക് പ്രബോധനം നടത്തിയതൊക്കെ ഈ പള്ളി നിൽക്കുന്ന ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ്. ഇൻഷാ അല്ലാഹ് ഇവിടെ നേരെ മുന്നിൽ കാണുന്നതാണ് ജന്നത്തുൽ മുഅല്ല. ഖദീജ ബീവി ഉൾപ്പെടെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മകൻ ഉൾപ്പെടെ ഒരുപാട് ആളുകൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ജന്നത്തുൽ മുഅല്ല നേരെ മുന്നിലാണ്.